ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ച് കോൺസെപ്റ്റ്സ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എൻട്രീസിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഇവിടം തൊട്ട് നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ എൻട്രി സ്ട്രാറ്റജീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പോട്ട് പ്രൈസും ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ പ്രീമിയംസും കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ദ 12th മോഡ്യൂളിലെ എൻട്രി ആൻഡ് ലോട്ട് സൈസ് മാനേജ്മെൻ്റ് ആണ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഓപ്ഷൻ പ്രീമിയം. അതുപോലെ തന്നെ എങ്ങനെയാണ് റിസ്ക് റിവാർഡ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടാവുക, ഒരു ഡെസിഷൻ മേക്ക് ചെയ്യുക, ഒരു കമ്പാരിസൺ വരുന്ന സമയത്ത് കൺഫ്യൂഷൻസ് എല്ലാം മാറ്റി ഒരു ഡെസിഷൻ മേക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് ഐ എം ടേക്കിംഗ് യു ടു ദ ചാനൽ ആൻഡ് ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിൻ്റെ നമ്മുടെ കോൺസെപ്റ്റ്സ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒരു 1 CR ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ലെവൽ 1 നിൽക്കുന്ന സമയത്ത് യു വിൽ ബി ഫോക്കസിങ് ഓൺ ജസ്റ്റ് 1 ലോട്ട്. കറക്റ്റ്. അപ്പോൾ ആദ്യത്തെ ലെവലിൽ ആദ്യത്തെ 11 ദിവസം ഈ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ റിയൽ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ 11 ദിവസം ഈ പറയുന്ന 15 ക്വാണ്ടിറ്റി വിച്ച് ഇസ് 1 ലോട്ട് പ്ലസ് ഓർ മൈനസ് 300 rupees പ്രീമിയം ഉള്ള ഓപ്ഷൻസിൽ 40 പോയിന്റ് ക്യാപ്ചർ ചെയ്യാനുള്ള സ്കാൾപ്പിംഗ് ചെയ്തിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നുണ്ടാവുക. റൈറ്റ്. സെക്കൻഡ് ടൈം യു വിൽ ഗോ വിത്ത് ദ ലെവൽ 2. അടുത്ത 9 ദിവസം 2 ലോട്ടായിട്ട് നിങ്ങളത് മാറ്റുന്നുണ്ടാകും. ആൻഡ് ലെവൽ 3 ഇസ് ദ ടൈം വേർ യു വിൽ ബി ചേഞ്ചിങ് ഇൻ ടു 2 lot into 4 lots. ഈ 3 ലെവൽ കഴിയാനായിട്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3 months ടൈം എടുത്തേക്കാം. കാരണം അത് അപ്ഫ്രണ്ട് മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കുന്നത്, ഇതിന് മുമ്പ് ട്രേഡ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. കാരണം റിയൽ ടൈമിൽ മാർക്കറ്റിലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ഓരോ ലോട്ടിലും നിങ്ങൾ ഈ പറയുന്ന ടാർഗറ്റ് മാത്രമായിരിക്കില്ല ഫോക്കസ് ചെയ്യുന്ന, മൾട്ടിപ്പിൾ എൻട്രീസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അതല്ല നിങ്ങൾ ഒരു ട്രേഡ് മാത്രം ഒരു ദിവസം ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രോബ്ലം. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിൻ്റെ ഈ ഒരു പ്ലാനിനൊപ്പം തന്നെ നമ്മളൊരു ട്രേഡിംഗ് ജേർണൽ കൂടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. 3 ട്രേഡാണ് ഒരു ദിവസത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. റൈറ്റ്. ലെവൽ 1 പ്ലാൻ കഴിയാനായിട്ട് ഒരു ദിവസം നിങ്ങൾ 3 ട്രേഡാണ് ഫോക്കസ് ചെയ്യുന്നത്. 11 ദിവസം എന്നുള്ളത് 12 ദിവസമാക്കി മാറ്റിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് 24 ട്രേഡുകൾ ലൂസിങ് സ്ട്രീക്കിൽ പോയാലും 12 ട്രേഡ് വിന്നിങ് ട്രേഡായിട്ട്, അതായത് 12 ദിവസം ട്രേഡ് ചെയ്യുന്നുണ്ട്, 3 ട്രേഡ് വെച്ച് ഒരു ദിവസം എടുക്കുന്നുണ്ട്, അങ്ങനെ 36 ട്രേഡിൽ 24 ട്രേഡ് ലോസിൽ പോയാലും വിച്ച് 66% ലൂസിങ് റേഷ്യോ ഉണ്ടെങ്കിൽ പോലും 40 പോയിന്റ് മാത്രമേ നിങ്ങൾ മാർക്കറ്റിന് കൊടുക്കുന്നില്ല ഉണ്ടെങ്കിൽ 33% വിന്നിങ് റേഷ്യോ വെച്ച് ദിസ് ഇസ് ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ അല്ലേ. നിങ്ങളുടെ എഡ്ജ്, ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ എല്ലാ എഡ്ജും അവിടെ മാത്രമാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നതെങ്കിൽ ഈ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ കൂടെ യു ക്യാൻ ബി പ്രോഫിറ്റബിൾ. പക്ഷേ ലൂസിങ് സ്ട്രീക്ക് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുമ്പോഴും ആ ഒരു കോൺഫിഡൻസോടുകൂടെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതാണ് ആദ്യത്തെ ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ കയറി നമ്മൾ ഒരു ഡെസിഷൻ മേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ ചാർട്ടിലും അതുപോലെ സ്പോട്ടിൻ്റെ ചാർട്ടിലും, സ്പോട്ടിൽ ഓൾറെഡി നമ്മളുടെ സോൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. റൈറ്റ്. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിൽ ഓൾറെഡി ഒരു സോൺസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ യുവർ ടൈം ഫ്രെയിം, നിങ്ങൾ നോക്കുന്ന ലെവൽസിനനുസരിച്ച് ടൈം ഫ്രെയിമിൽ കുറച്ചുകൂടെ ലോങ്ങർ ടൈം ഫ്രെയിമിലുള്ള സോൺസ് ക്രിയേറ്റ് ചെയ്യാം. യു ക്യാൻ ഗോ വിത്ത് 75 minutes. സോ ഐ ഹാവ് ക്രിയേറ്റഡ് ദിസ് സോൺസ്. 75 minutes ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ സോണുകളാണ് അല്ലേ. യു ക്യാൻ സീ ഹിയർ ഇപ്പം മാർക്കറ്റ് ഏത് സോണിലാണ്? 47,040 എന്നുള്ള ഒരു സോണിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫേക്കിംഗ് സിസ്റ്റം ആയിരുന്നു. 75 minutes എക്സാക്ട്ലി നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലും 3 ക്യാൻഡിലിനെ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും സപ്പോർട്ടല്ല, ഇതൊരു റെസിസ്റ്റൻസ് ആണെന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ അഡീഷനിൽ ഇവിടുത്തെ ഒരു ക്യാൻഡിൽ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഇതൊരു ക്യാൻഡിലായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ദ ഓപ്പണിംഗ്. ആ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഹൈ ഇവിടെയാണ് പോയിട്ടുള്ളത്. ഐ എം ആഡിങ് ദീസ് 3 1 2 3 ഈ 3 ക്യാൻഡിലിനെയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയാണ് ഒരു മെസ്സേജ് കൊടുത്തിട്ടുള്ള ആ 3 ക്യാൻഡിലിനെയാണ് ആഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് 50% സെല്ലേഴ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിനടുത്ത ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ഇങ്ങനെയാണ്. ഇതൊരു റെഡ് ക്യാൻഡിലാണ്. ആ 50% കൺഫർമേഷൻ കൊടുത്ത് ഒരു ഹാമർ അവിടെ ഫോം ആയിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ ഈ ഹാമർ
സക്സസ് ആവുന്ന സമയത്ത്, ഫെയിലിയർ ആവാനും സക്സസ് ആവാനും ഉള്ള സാധ്യത നമ്മൾ ഒരുപോലെ മുന്നിൽ കാണുന്നുണ്ട്. സക്സസ് ആവുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ഗോ ഡൗൺ ടിൽ ദിസ് സോൺ. നെക്സ്റ്റ് ടാർഗറ്റ് എവിടെയാണോ 44,958 ടച്ച് ചെയ്ത്. കാരണം ഇതൊരു ട്രെൻഡിനെ റിവേഴ്സ് ചെയ്യുന്ന ഒരു ഹാമറാണ് അല്ലേ, ഒരു അപ് ട്രെൻഡിനെ റിവേഴ്സ് ചെയ്യുന്ന ഒരു ഹാമറാണ്. പക്ഷേ ഒരു ലോങ് ടേം ട്രെൻഡിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കൊടുത്തിട്ടുള്ള ഒരു ഹാമറാണ്. ഇതൊരു ട്രെൻഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്രം ദിസ് ടു ദിസ് മൂവ് ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് മൂവ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു റിവേഴ്സലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, റൈറ്റ്? അപ്പോൾ ഈ റിവേഴ്സൽ വീണ്ടും കണ്ടിന്യൂ ആവാനുള്ള സാധ്യത അതുപോലെ തന്നെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. കറക്റ്റ്? ഇതാണ് സ്പോട്ടിലെ നമ്മളുടെ വ്യൂ, റൈറ്റ്? വെൻ യു ട്രേഡ് ടുമോറോ ഓൺ 26th February നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ഒരു വ്യൂ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ വ്യൂവിൽ ഓട്ടോമാറ്റിക്കലി what are you going to do? This hammer, both the scenarios has to be in the mind. Only short selling മാത്രമല്ല, നാളെ മാർക്കറ്റ് ഇത് സക്സസ് ആവാനും ഫെയിലിയർ ആവാനും ഒരുപോലെ തന്നെ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മാർക്കറ്റ് 47,040 മുകളിൽ കുറേ സമയം സസ്റ്റെയിൻ ചെയ്യണം അല്ലേ. അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നാളത്തെ ഓപ്പണിംഗ് പ്രൈസ് ഇവിടെ ഒരു ഫേക്കിംഗ് കൊടുത്ത് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവാം, റൈറ്റ്? ഇത് ട്രൈ ചെയ്യാം, ഇവിടം വരെ ട്രൈ ചെയ്യാം, എന്നിട്ട് ഒരു ഫെയിലിയർ ആയിട്ട് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാം. ഈ ക്യാൻഡിൽ നാളെ ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ, ലെറ്റ് മീ ടേക്ക് ദിസ് ക്യാൻഡിൽ. നാളെ ഓപ്പൺ ചെയ്യുന്ന ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 46,933 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ നിന്നും പുഷ് ചെയ്ത് 47,000 വരെ പുഷ് ചെയ്ത് മാർക്കറ്റിന് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, റെസിസ്റ്റൻസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ദിസ് ക്യാൻ ഗോ ഡൗൺ ഫർദർ ആൻഡ് ദിസ് ക്യാൻഡിൽ വിൽ ലുക്ക് ലൈക്ക് എൻ എ റെഡ് വൺ. കറക്റ്റ്? അപ്പോൾ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഇൻഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഡോജി ക്യാൻഡിലായിട്ടാണ് ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷണൽ വ്യൂ അല്ലെങ്കിൽ ഒരു ലോങ് ടേം വ്യൂ എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും സാധ്യതയുണ്ട്, റൈറ്റ്? അപ്പോൾ ഈ രണ്ട് സൈഡിലുള്ള സാധ്യത എന്ന് പറയുന്നത് ഓപ്ഷൻ പ്രീമിയത്തിൽ കയറി 46,600 ഓപ്ഷൻ പ്രീമിയം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷനാണ് നോക്കുന്നത് അല്ലേ. പ്രീവിയസ്ലി ഉള്ള സപ്പോർട്ട്, ഇവിടെയുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഒരു തവണ ടാർഗറ്റ് എക്സ്റ്റൻഷൻ കൊടുത്തു, രണ്ടാമത്തെ തവണ ആ റെസിസ്റ്റൻസ് വീണ്ടും 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 മാർക്കറ്റ് ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഇടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ആ ഇടിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള എക്സ്പ്ലോഷനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓൺ ദിസ് പുട്ട് സൈഡ്. പക്ഷേ ഒരിക്കൽ കൂടെ ഇവിടെ ഒന്നും എൻട്രി എടുക്കാത്തവർക്ക് ഒരിക്കൽ കൂടെ എൻട്രി കൊടുക്കണമെങ്കിൽ മാർക്കറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു റീടെസ്റ്റ്, ഇതിൻ്റെ ഒരു 50% റീടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടേക്ക് മാർക്കറ്റ് വരാം. കറക്റ്റ്? അത് കോൾ സൈഡിലെ പ്രീമിയം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കോൾ സൈഡിലെ പ്രീമിയം എക്സാക്റ്റ് ആയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വെച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലേ, വിച്ച് മീൻസ് ആ ടാർഗറ്റ് എക്സ്റ്റൻഷൻ ആണ് ഇവിടെ വർക്ക് ആവുന്നത്. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് കോൾ സൈഡിലാണ്, ഒരു പോസിറ്റീവ് ബയാസിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ടാർഗറ്റ് എക്സ്റ്റൻഷൻ. വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രീവിയസ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ ഇവിടെ നിന്ന് റിവേഴ്സ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടാർഗറ്റ് എക്സ്റ്റൻഷൻ എവിടെ വരെ പുഷ് ചെയ്യാം? ഈവൻ 461 വരെ മാർക്കറ്റിന് 47,000 കോൾ ഓപ്ഷൻ പുഷ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ബിഗ് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്ത് അവിടെ ഒരു സോൺ, പുതിയ സോൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 382 വരെ മാർക്കറ്റിന് പുഷ് ചെയ്യാം. അപ്പോൾ ഈ സോണിലെല്ലാം കോൾ സൈഡിൽ റിജക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി ഇവിടെ പുട്ട് സൈഡിൽ ഈ ഒരു സപ്പോർട്ട്, റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് ക്ലോസ് ചെയ്തത് എബോവ് ആണ്. ആ ക്ലോസിങ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് പൊസിഷണലി മാനേജ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു പൊസിഷണൽ വ്യൂ ഉണ്ട്, ഇനി ഇത് ഇങ്ങനെ തന്നെ ഗ്യാപ് ഡൗൺ ആയി പോവാം എന്നുള്ളൊരു വ്യൂ ആണ് ഉള്ളതെങ്കിൽ വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ എൻറ്റർ 1 ലോട്ട്. ഇപ്പം നിങ്ങൾ ട്രേഡിംഗ് ചലഞ്ചിൽ, ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിൽ എത്തി നിൽക്കുന്ന സമയത്ത് യുവർ ട്രേഡിംഗ് പ്ലാൻ ഒരു 3rd ലെവലിൽ എത്തുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ സൈസിങ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് കോൾഡ് ഫിക്സ്ഡ് ഫ്രാക്ഷൻ പൊസിഷൻ സൈസിങ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മളൊരു 3 ലോട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 4 ലോട്ടാണ്, 6 ലോട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ മാത്രം ആദ്യത്തെ എൻട്രിയിൽ ചെയ്യുക. സോ ദാറ്റ് വാട്ട് ഹാപ്പൻസ്, ലെറ്റ്സ് സേ ഇഫ് ഐ വോണ്ട് ടു ടേക്ക് എൻ എൻട്രി ടുമോറോ ഓപ്പണിംഗിൽ തന്നെ ഞാനൊരു എൻട്രി പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പൊസിഷണൽ എൻട്രി ആണല്ലേ, 333 രൂപയുള്ള ഒരു പൊസിഷൻ ഞാൻ എൻട്രി ചെയ്യുമ്പോൾ
എനിക്ക് ഈ ലോങ് പൊസിഷനാണ് ഓൺ ദ പുട്ട് സൈഡിൽ എൻട്രി ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 120 points ആണ് ഒരു പൊസിഷണൽ ട്രേഡ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുന്നത്, വിച്ച് ഇസ് നിയർ ബൈ മൈ FFC സോൺ 220 എന്നുള്ളൊരു സോൺ ഉണ്ട്. ആ 220ക്ക് താഴെ കുറച്ച് പോയിന്റ്സ് ഞാൻ കീപ്പ് ചെയ്തു, റൈറ്റ്. അപ്പോൾ 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ടെങ്കിൽ 120 എന്നുള്ളത് അറ്റ്ലീസ്റ്റ് 360 പോയിന്റ്സ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം അല്ലേ. ദിസ് ഇസ് ദ ഫസ്റ്റ് ടാർഗറ്റ്, ഒരു പൊസിഷണൽ ട്രേഡിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ആണ്. അപ്പോൾ എനിക്ക് നാളെ മോർണിംഗിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ റിസ്കിനടുത്തേക്ക് വരുമ്പോൾ ഒരു പൊസിഷൻ കിട്ടും, റൈറ്റ്. സോ ഹിയർ ഐ എം ഗോയിങ് ടു എൻ്റർ പൊസിഷൻ 1. ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ കിട്ടുന്നതെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഈ ഒരു സോണിൽ ഒരു പൊസിഷൻ കിട്ടും, കറക്റ്റ്. നെക്സ്റ്റ് എൻട്രി അതല്ല ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലോ പൊസിഷൻ 1 ഇവിടെ കിട്ടുന്നുണ്ട്. ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ചീപ്പറായിട്ട് ഈ പ്രീമിയം കിട്ടി. ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഒരു പൊസിഷൻ കിട്ടി, അപ്രോക്സിമേറ്റ്ലി ഈ ഒരു റേഞ്ചിൽ ഒരു പൊസിഷൻ കിട്ടി. രണ്ടാമത്തെ എൻട്രി സിനാരിയോ നമ്പർ 1ലാണെങ്കിൽ രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് പൊസിഷൻ 2. ഇത് വീണ്ടും എൻട്രി സ്ഥലത്തേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു പൊസിഷൻ രണ്ടാമത്തെ എൻട്രി ചെയ്യുക. ആൻഡ് വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് എ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്? അതേ ഒരു പുൾ ബാക്ക് കിട്ടാനായിട്ട് കുറച്ചുകൂടെ നിങ്ങളുടെ എൻട്രിയേക്കാൾ കൂടുതൽ താഴേക്ക് പ്രൈസ് വരുമ്പോൾ രണ്ടാമത്തെ എൻട്രിയും എടുക്കാൻ പറ്റും. 2 എൻട്രിയിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ 2 എൻട്രിയും കഴിഞ്ഞതിന് ശേഷം 2 സിനാരിയോസ് നടക്കാം അല്ലേ മാർക്കറ്റിൽ. ഈ 2 സിനാരിയോസ് നടക്കാം. 1 സിനാരിയോ, ഈ ഒരു പൊസിഷൻ എൻട്രി ലോയിൽ നമ്മൾ എൻട്രി ചെയ്തു, ആവറേജ് ചെയ്തു. സോ ദ ആവറേജ് എൻട്രി പ്രൈസ് ഇസ് ഗോയിങ് ടു ബി ഹിയർ. ഹൈയിൽ എൻട്രി ചെയ്തു, ഇവിടെ ആവറേജ് ചെയ്തു, ആവറേജ് പ്രൈസ് ഇസ് ഗോയിങ് ടു ബി ഹിയർ. ഈ 2 ആവറേജിൻ്റെ പ്രൈസും നിങ്ങൾക്ക് ഒരു ബോക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ആവറേജ് സൈസിങ്. ആൻഡ് ഈ ഒരു സോൺ എപ്പോഴാണോ മാർക്കറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്, ഇനി ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് വളരെ സപ്പോർട്ടാണ് എന്ന് പറയുന്ന സമയത്ത്, ഫസ്റ്റ് എൻട്രി ആണെങ്കിലും സെക്കൻഡ് എൻട്രി ആണെങ്കിലും ശരി, ഫസ്റ്റ് പൊസിഷൻ ലേറ്റ് എൻട്രി ആയി പോയിട്ടുള്ള ആദ്യത്തെ എൻട്രി ആണെങ്കിലും ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു സമയത്താണ് യു ആർ എൻട്രിങ് യുവർ തേർഡ് ലോട്ട്, വിച്ച് ഇസ് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ടാർഗറ്റ് ബുക്ക് ചെയ്യാനാണ് തോന്നുന്നതെങ്കിൽ ഒരു പൊസിഷണൽ എൻട്രിയിൽ ഇങ്ങനെ ചെയ്യാം. ഇതേ ഒരു പൊസിഷൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ സ്കാൾപ്പിംഗ് എൻട്രീസ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് പ്രോഫിറ്റ് തരുന്നുണ്ട്. പ്രീമിയം എല്ലാ സമയത്തും നിങ്ങൾ 46,600 പുട്ട് എടുത്തു, 46,500 പുട്ട് എടുത്തു, 46,400 പുട്ട് എടുത്തു. ഇതെല്ലാം 2-3 തവണ നിങ്ങൾക്ക് ടാർഗറ്റ് സ്കാൾപ്പിങ്ങിൽ തരുന്നുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി ഒരു മൊമെൻറ്റം ട്രേഡ് കൂടെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു സ്കാൾപ്പിംഗ് എൻട്രി കിട്ടുന്നത് നിങ്ങൾക്കത് സ്കാൾപ്പിംഗ് എൻട്രി അല്ല, ദാറ്റ്സ് എ മൊമെൻറ്റം ഇൻട്രാഡേ പൊസിഷണൽ എൻട്രി. അതല്ല, സ്കാൾപ്പിംഗ് എൻട്രി ഒരു തവണ എടുത്തു, നിങ്ങൾക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, ഒരു പുൾ ബാക്ക് കൂടെ കിട്ടി, രണ്ടാമത്തെ തവണ ആ സമയത്ത് നിങ്ങൾക്ക് ടാർഗറ്റ് അല്ല ഹിറ്റ് ചെയ്യുന്നത്, മറിച്ച് സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾക്ക് സപ്പോർട്ടാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദിസ് വിത്ത് ദ സിനാരിയോസ്. ലുക്ക് അറ്റ് ദിസ്. ഇവിടെ ഒരു സ്കാൾപ്പിംഗ് എൻട്രി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു സ്കാൾപ്പിംഗ് എൻട്രി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. Okay, not this way. I have to go with the shorting opportunity. എനിക്ക് ഇവിടെ നിന്നും ഒരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, ഇവിടെ നിന്നും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ ട്രേഡ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ഹാവ് ഗോട്ട് ഹിയർ ആസ് വെൽ. 1, 2, 3 തവണ എനിക്ക് സ്കാൾപ്പിംഗ് എൻട്രീസ് കൊടുത്തതിന് ശേഷം 4ാമത്തെ മൂവ് എന്ന് പറയുന്നത് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ with the same risk you are focusing on the bigger targets. 77 പോയിന്റ് റിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? 159 പോയിന്റ് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ സ്കാൾപ്പിംഗ് എൻട്രീനെ കുറച്ചുകൂടെ ഒരു മൊമെൻറ്റം ട്രേഡ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്നുണ്ടാവും. ദിസ് ഇസ് ഹൗ വി കമ്പയർ സ്പോട്ട് പ്രൈസ്, ഓപ്ഷൻ പ്രീമിയം കമ്പയർ ചെയ്ത്
പൊസിഷൻ ഫസ്റ്റ് ലോട്ട്, സെക്കൻഡ് ലോട്ട്, തേർഡ് ലോട്ടിൻ്റെ എൻട്രി എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഐ ഹോപ്പ് ദിസ് ഇസ് വെരി വെരി ക്ലിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് പേപ്പർ ട്രേഡിങ്ങിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ പ്രീമിയം വളരെ ഭംഗിയായിട്ട് സ്കാൾപ്പ് ചെയ്ത് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുക. ലെവൽ 1 ആണോ, ലെവൽ 2 ആണോ, ലെവൽ 3 ആണോ എന്നുള്ളത് നോക്കി അതിനുശേഷം ലെവൽ 3 എത്തുന്ന സമയത്ത് ഇങ്ങനെ പൊസിഷൻ സൈസിങ് ചെയ്ത് നിങ്ങൾക്ക് പൊസിഷനിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവും. സോ റൈറ്റ് ഡൗൺ ഓൾ യുവർ ഡൗട്ട്സ് ടിൽ നൗ. ഈ ഒരു 13th മോഡ്യൂൾ കഴിയുന്നത് വരെ നിങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാ സംശയങ്ങളും എഴുതി വെക്കുക. നമ്മളുടെ വെബിനാർ നടക്കുന്ന സമയത്ത് ആ വെബിനാറിൽ യു ക്യാൻ ആസ്ക് ഓൾ ഓഫ് ദിസ് ഡൗട്ട്സ്. അതിനുള്ള ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രം റിയൽ ട്രേഡ് നിങ്ങളുടെ പ്രാക്ടീസിൽ, നിങ്ങളുടെ സൈക്കോളജി സെറ്റായതിനു ശേഷം റിയൽ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുക. ബിക്കോസ് ഫസ്റ്റ് 3 ലെവൽസ് ഇറ്റ്സ് ഗോണ ബി വെരി വെരി ഹാർഡ്. ആ ലെവൽസ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോണ ബി വെരി ഈസി. നിങ്ങൾ മാർക്കറ്റിൽ വന്ന് നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള 3 ലെവലിനെ ബേസ് ചെയ്ത് 3 നിന്ന് ബാക്കിയുള്ള 50 ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരിക്കും. ഇറ്റ്സ് നോട്ട് ഈസി ദോ, പക്ഷേ ഫസ്റ്റ് 3 ലെവലിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിനു വേണ്ടിയുള്ള സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്താണ്, നോയിങ് വെൻ ടു ഗോ ബിഗ്, അല്ലെങ്കിൽ നോയിങ് വെൻ ടു സ്റ്റേ ഐഡിൽ, ഓർ നോയിങ് വെൻ ടു ലെറ്റ് ഇറ്റ് റൺ എന്നുള്ള ഒരു കാര്യങ്ങളാണ് അടുത്ത മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിൽ, ലൈവ് മാർക്കറ്റിൽ ഡിസ്കഷനാണ് വരുന്നുണ്ടാവുക. താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റേയിങ് ദിസ് ലോങ്. ഇത്രയും നേരം നിങ്ങൾ ഈ മോഡ്യൂൾസ് എല്ലാം കഴിഞ്ഞ് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ trust me, you are going to be a beautiful trader in any market which you are participating. Wish you nothing less than success ahead. See you in the next module.